ഓംകാരനാഥ ബ്രഹ്മമേ ആത്മാവിൽ ഓംകാരനാഥ ബ്രഹ്മമേ ഓംകാരനാഥ ബ്രഹ്മമേ അഹങ്കാരമാകും മായ തന്നോട് ചേർന്നു നിന്നു അഹങ്കാരമാകും മായ തന്നോട് ചേർന്നു നിന്നു ഓംകാരമായ ശക്തി കർമ്മം തുടർന്നു വന്നു ഓംകാരമായ ശക്തി കർമ്മം തുടർന്നു വന്നു ഓംകാരനാഥ ബ്രഹ്മമേ ആത്മാവിൽ ഓംകാരനാഥ ബ്രഹ്മമേ നാദമതിങ്കൽ നിന്നു ജ്ഞാന ഉദയമായി നാദമതിങ്കൽ നിന്നു ജ്ഞാനമുദയമായി സർവലോകേശ്വരൻ ദാനമായി നൽകുന്ന കാരുണ്യമോർക്കുമ്പോൾ നന്ദിയുണ്ട് സർവലോകേശ്വരൻ ദാനമായി നൽകുന്ന കാരുണ്യമോർക്കുമ്പോൾ നന്ദിയുണ്ട്. സർവശക്തിയുടെ അകമഴിഞ്ഞ മഹാകാരുണ്യത്താൽ നമ്മുടെ ഈ സന്നിധാനത്തിൽ നടത്തപ്പെടുന്ന ഓരോ കർമ്മങ്ങളെയും അതിൻ്റെ ഉന്നതമായ നടത്തിപ്പുകളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നന്ദി പറയുവാൻ മാത്രമേ സമയമുണ്ടാകൂ. പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ കർമ്മമായി മാറണം. നമുക്ക് നന്ദി പറഞ്ഞു തീർക്കുവാനുള്ളതല്ല, അത് കർമ്മങ്ങളിലൂടെ അനുഭവമാക്കുവാനുള്ളതാണ്. നന്ദിദാൻ ദൈവസേവ എന്ന് പഠിപ്പിച്ച ഗുരുവാണ് നമ്മുടെ ഗുരു. കഴിഞ്ഞ പ്രഭാതം മുതൽ ഇന്ന് പ്രഭാതം വരെ ഒരു ഏകദിന സങ്കല്പസ്തുതി പ്രത്യക്ഷ ദൈവത്തിൻ പ്രത്യക്ഷ വാഴ്ചയ്ക്കായി പ്രത്യേക സങ്കല്പമായി നടത്തിയ സ്തുതി ഇത്രയും ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യുവതി യുവാക്കളും മധ്യവയസ്കരും വാർദ്ധക്യത്തിലെത്തിയവരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു വേർതിരിവും കൂടാതെ എല്ലാവരെയും ഒന്നായി ഇരുത്തിക്കൊണ്ട് യുവജന സ്തുതി നടത്തി. ഉന്നതനാകുന്ന ദൈവം നേരിട്ടൊന്ന് നടത്തി. അങ്ങനെ ദൈവമാണ് നടത്തിയതെന്നും ദൈവത്തിൻ്റെ ആനന്ദമാണ് ഞാൻ അനുഭവിച്ചതെന്നും പൂർണ്ണമായി സമ്മതിക്കുന്നവരൊന്ന് കൈ ഉയർത്തി കണ്ടാൽ പ്രകാരം നടത്തിയ ഈ മഹായുവജന സ്തുതിയെ ഒന്നും പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുകയില്ല. എങ്കിലും ഇന്നത്തെ ഈ ആരാധനയിൽ വളരെ വിദൂരതയിലുള്ള പലർക്കും വളരെ നേരത്തെ പോകാനുണ്ട്. പലരും യാത്ര ചോദിച്ചിട്ടാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അല്പം സംസാരിച്ച് പെട്ടെന്ന് തന്നെ പ്രാർത്ഥന സമർപ്പിക്കാം. കാരണം ഇന്നലെയല്ല മെനഞ്ഞാന്നേ വന്നവരുണ്ട്. അവർക്കും ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തി ജീവിതത്തിൽ വളരെയേറെ തിരക്കുകളും വളരെ ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഉള്ളവരാണ്. അതെല്ലാം വിട്ടെറിഞ്ഞാണ് ഈ സന്നിധാനത്തിലെത്തി ഈ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. അത് ഈ ആനന്ദം അനുഭവിക്കുവാൻ വേണ്ടി വരുന്നതാണ്. എന്നാൽ കഴിയുന്നിടത്തോളം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി അവരെയും സുരക്ഷിതമായി ഭവനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാകയാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചുവെങ്കിലും ഇന്നലെ നടന്ന ഈ പരിപാടിക്ക് ആരെങ്കിലും ഒരാളെങ്കിലും ഒരു നന്ദി പറയണം. അത് അത്യാവശ്യമാകയാൽ അതിനുവേണ്ടി നമ്മുടെ വിവേകാനന്ദ സ്വാമിയെ ക്ഷണിക്കുകയാണ്. ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു.
ആത്മനാഥൻ വന്നു. ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു, ആത്മനാഥൻ ആത്മബോധം നൽകാൻ ആത്മനാഥൻ വന്നു. ആത്മാക്കളിലുള്ള ദോഷമെല്ലാം തീർത്തു. ആത്മാക്കളിലുള്ള ദോഷമെല്ലാം തീർത്തു. ആത്മശക്തി നൽകാൻ ആത്മനാഥൻ വന്നു. ആത്മാക്കളിലുള്ള ദോഷമെല്ലാം തീർത്തു. ആത്മശക്തി നൽകാൻ ആത്മനാഥൻ വന്നു. ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു. ആത്മബോധം നൽകാൻ ആത്മനാഥൻ വന്നു. ആത്മാക്കളിലുള്ള ഭേദബുദ്ധി മാറ്റി. ആത്മാക്കളിലുള്ള ഭേദബുദ്ധി മാറ്റി. ഏകത്വമായി വാഴാൻ ആത്മനാഥൻ വന്നു. ആത്മാക്കളിലുള്ള ഭേദബുദ്ധി മാറ്റി. ഏകത്വമായി വാഴാൻ ആത്മനാഥൻ വന്നു. ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു. ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു. ആത്മബോധം നൽകാൻ ആത്മനാഥൻ വന്നു. ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു. ആത്മബോധം നൽകാൻ ആത്മനാഥൻ വന്നു. ഇത് വീണ്ടെടുപ്പിന്റെ കാലമാണ്. സർവാധികാരിയാകുന്ന സർവശക്തൻ സർവജന്മങ്ങളെയും ഈ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭാഗ്യകാലമാണ്. ഈ മഹാഭാഗ്യം അനുഭവിക്കുവാൻ അവസരം കിട്ടിയ ഓരോരുത്തരും ഇതിന്റെ വിലയറിഞ്ഞ്, ഇതിന്റെ നിലയറിഞ്ഞ് ലോകരംഗത്ത് ജീവിതം ചെയ്താൽ എന്നും ഈ ഭാഗ്യം നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾക്ക് വെച്ച് അനുഭവിക്കാം. എങ്ങനെയാണ് ഇത് നിലനിർത്തുന്നത്? ഇതിന്റെ വില അറിയുന്നത് എങ്ങനെയാണ്? ഇതിന്റെ നില അറിയുന്നത് എങ്ങനെയാണ്? ഇതിനെല്ലാം ആവശ്യമായിരിക്കുന്നത് അറിവാണ്. തിരിച്ചറിവോടുകൂടി ലോകത്തിൽ ജീവിതം ചെയ്യണം. ആരാണ് ലോകത്തിൽ വന്ന് ഇപ്രകാരം ഒരു ജന്മമായി നിന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നത്? ഈ വിധത്തിൽ അറിവുകളെ ഉപദേശിക്കുന്നത്, കുറവുകൾ നീക്കി നമ്മളെ രക്ഷിക്കുന്നത്. ഇത് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഇതിന്റെ വില എന്താണെന്ന് മനസ്സിലാകും. വില മനസ്സിലാകുമ്പോൾ അതിന്റെ നിലയും മനസ്സിലാകും. എന്തുകൊണ്ട്? ഉന്നതനാകുന്ന ദൈവത്തിന്റെ നില ഏറ്റവും ഉന്നതമായി തന്നെയാണ്. ആ ഉന്നതനാകുന്ന ദൈവമാണ് എളിയവരോടുകൂടി വന്ന് ആ താണ നിലയിൽ ജീവിതം ചെയ്യുന്നത്. അതുകൊണ്ട് താൻ താണവനല്ല, താണവനായി വന്ന് നിൽക്കുന്നു എന്നേ ഉള്ളൂ. ആ ഉന്നതനാണ് മഹാഗുരു. അപ്പൊ ആ നിലയറിയണം, ആ വിലയറിയണം. അങ്ങനെ നിലയും വിലയും അറിഞ്ഞ് ജീവിക്കാൻ സാധിച്ചാൽ സർവശാന്തി ആത്മാവിൽ അനുഭവമാകും. ശാന്തിക്കു ശാന്തി, ശോഭാനന്ദ ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി.
ശാന്തി ശുഭാനന്ദ ശാന്തി ഏവർക്കും ഏതിനും ശാന്തി ഏവർക്കും ഏതിനും ശാന്തി അനേകം കാര്യങ്ങൾക്ക് ശാന്തി ലഭിക്കേണ്ടതായുണ്ട്. എന്നാൽ ഈ അനേകം കാര്യങ്ങൾക്ക് ശാന്തി ലഭിച്ചാലും യഥാർത്ഥമായ ശാന്തി ലഭിക്കുകയില്ല. യഥാർത്ഥമായ ശാന്തി ലഭിക്കണമെങ്കിൽ യഥാർത്ഥമായ അറിവിലേക്ക് ഉയർത്തപ്പെടണം. ആ യഥാർത്ഥമായ അറിവിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥമായ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. യഥാർത്ഥമായ കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ യഥാർത്ഥമായ കർമ്മഫലം ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥമായ കർമ്മഫലം ഉണ്ടാകുമ്പോഴാണ് ആത്മാവിൽ ആനന്ദം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഇതിന് യഥാർത്ഥമായ അറിവ് തന്നത് യഥാർത്ഥമായ ഗുരുവാണെന്ന തിരിച്ചറിവുണ്ടാകുന്നത്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അത് വീണ്ടും വീണ്ടും വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നത്. അങ്ങനെ ആത്മസുഖം ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്കെല്ലാം ആത്മനാഥൻ വാഴണമെന്ന ആഗ്രഹമുണ്ട്. ആത്മസുഖം ആഗ്രഹിക്കും ആത്മാനന്ദം ആത്മസുഖം ആത്മാവിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം വെറുതെ ആഗ്രഹിച്ചാൽ മതിയാവുകയില്ല. നിരന്തരമായ സൽക്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. നിരന്തരം സൽക്കർമ്മം ചെയ്യണമെങ്കിൽ അപ്പോഴപ്പോഴുണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിച്ച് നമ്മളെ വീണ്ടെടുത്ത് നേരെ നിലനിർത്തുവാൻ ഗുരുവിന്റെ ആവശ്യമുണ്ട്. ആ നേർവഴിക്ക് നയിക്കുവാൻ ഗുരുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ആത്മസുഖം ആഗ്രഹിക്കുന്നവർ ആത്മനാഥൻ ലോകത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭക്തിയോടുകൂടി പലവിധത്തിലുള്ള സങ്കല്പങ്ങളോടെ ആത്മനാഥന്റെ വാഴ്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ആ പ്രാർത്ഥനയാണ് ഇന്നലെ ഒരു ഏകദിന സങ്കല്പസ്തുതിയായി നടത്തപ്പെട്ടത്. എന്തിനു വേണ്ടിയാണ് നടത്തപ്പെട്ടത്? പ്രത്യക്ഷ ദൈവത്തിന്റെ പ്രത്യക്ഷ വാഴ്ചയ്ക്കായി. പ്രത്യക്ഷ ദൈവത്തിന്റെ പ്രത്യക്ഷ വാഴ്ചയ്ക്കായി. പ്രത്യേക സങ്കല്പമായി പ്രാർത്ഥിച്ചിരുന്നു നാഥ. പ്രത്യക്ഷ ദൈവത്തിന്റെ പ്രത്യേക സങ്കല്പമായി പ്രാർത്ഥിച്ചിരുന്നു നാഥ. പ്രത്യക്ഷ ജ്ഞാനങ്ങളെ എന്നും ഈ ഭൂമിയിൽ നൽകാൻ. പ്രത്യക്ഷ ജ്ഞാനങ്ങളെ എന്നും ഈ ഭൂമിയിൽ നൽകാൻ. പ്രത്യക്ഷമായി നാഥൻ എന്നും വസിച്ചിടട്ടെ.
ദൈവത്തിന്റെ പ്രത്യക്ഷ വാഴ്ചയ്ക്ക് വേണ്ടിയാണ് പ്രത്യേക സങ്കല്പ പ്രാർത്ഥന നടത്തിയത്. ദൈവത്തിന്റെ പ്രത്യക്ഷ വാഴ്ചയ്ക്ക് വേണ്ടിയാണ് പ്രത്യേക സങ്കല്പ പ്രാർത്ഥന നടത്തിയത്. അതിന്റെ ഉൾപ്പൊരുൾ എന്താണെന്ന് ആ സ്തുതിയിൽ വെച്ച് ഞാൻ വിശദമായി നിങ്ങളെ അറിയിച്ചതാണ്. അതിന്റെ ഉൾപ്പൊരുൾ എന്താണെന്ന് സ്തുതിയിൽ വെച്ച് മഹാശക്തി നമ്മെ വിശദമായി അറിയിച്ചതാണ്. ആ ആത്മാക്കളുടെ ആവശ്യമാണ് ദൈവം ലോകത്തിൽ വാഴണമെന്നുള്ളത്. ആത്മാക്കളുടെ ആവശ്യമാണ് ദൈവം ലോകത്തിൽ വാഴണമെന്നുള്ളത്. അനേകം യുഗങ്ങളിലായി അനേക കോടി ആത്മാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് സർവശക്തനാകുന്ന ദൈവം ഭൂമിയിലേക്ക് പ്രത്യക്ഷമായി വന്നത്. അത് തിരിച്ചറിവുള്ളവർ അതിന്റെ നിലനിൽപ്പിനായും കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ ആർത്തിയും ഭക്തിയും അറിവുള്ളവരാണ് കഴിഞ്ഞ ദിവസം ഓടിയെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും ഇതര സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്കും എല്ലാവർക്കും ഇവിടെ വന്നു ചേരുവാൻ നിർവാഹമില്ല. അവരെല്ലാം അവിടെവിടങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നാൽ ബാംഗ്ലൂരിൽ നിന്നും കുറെ പേർ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും അല്പാൽപമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും എത്താൻ നിർവാഹമില്ലാത്തതിനാൽ അവരവരുടെ ഭവനങ്ങളിലും ശാഖകളിലും കൂടിയിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. അതിനേക്കാൾ പ്രത്യേകമായി വിദേശ രാജ്യങ്ങൾ പ്രത്യേകം യുവാക്കൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഏകോപിച്ച് പ്രാർത്ഥനകൾ നടത്തി. അതുകൂടാതെ ഇവിടെ നടക്കുന്ന സ്തുതിയിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ കഴിവിനനുസരിച്ച് ഓരോ തുകകൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അയച്ചു തന്നു. ഓരോ രാജ്യങ്ങളിൽ നിന്നും അയച്ചു തന്നു. എന്തുകൊണ്ട്? അവരുടെ ഒരു പങ്ക് ഇതിനകത്ത് ഉണ്ടാവണമെന്നുള്ള അവരുടെ ആഗ്രഹമാണ്. അടിയങ്ങൾക്ക് വന്ന് ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അടിയങ്ങളുടേതായ ഒരു പങ്ക് അതിലുണ്ടാകുമല്ലോ. ആ ആഗ്രഹത്തോടു കൂടിയാണ് അവരത് അർപ്പിച്ചത്. അതും ഞാനിതാ സ്വീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഐശ്വര്യവും നന്മയും ആനന്ദവും എല്ലാം അവിടെയും ലഭിക്കുമാറാകട്ടെ. അതുപോലെ ഈ സന്നിധാനത്തിലെത്തി സ്തുതിച്ചവരെല്ലാം ഞാൻ ആളാമ്പറ ദർശിച്ച് അനുഗ്രഹിച്ചാണ് അയച്ചത്. ഇനിയും ആ സ്തുതിയിൽ പങ്കെടുത്തവരും ഇന്ന് പ്രഭാതത്തിൽ വന്നവരും ചേർന്നിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ധാരാളം ആളുകൾ ഭവനങ്ങളിലേക്ക് പോയി. അതുപോലെ ശാഖാശ്രമങ്ങളിൽ ഇപ്പോൾ പൂരം പക്കനാൾ സ്തുതി വളരെ ഗംഭീരമായി നടത്തുന്നത് കൊണ്ട് അപ്രകാരം അനുവാദം ചോദിച്ചു പോയവരും അനേകമുണ്ട്. അതും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ശാഖാശ്രമങ്ങളിൽ പ്രകാരം പക്കനാൾ സ്തുതി ഏറ്റെടുത്ത് അത് നേർച്ചയായി ഓരോരുത്തരുടെ വകയായും ഒക്കെ നടത്തുന്നത് അറിയുമ്പോൾ അത് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ഈ സന്തോഷം അവർക്ക് ആനന്ദമായി ഭവിക്കട്ടെ. അങ്ങനെ ഉന്നതനാകുന്ന ഗുരുവിന്റെ തിരുനാമത്തെയും തിരുവാഴ്ചയെയും ഈ ആദർശത്തെയും ഹൃദയത്തിൽ കരുതിക്കൊണ്ട് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ആരെല്ലാം ലോകത്തിൽ ജീവിതം ചെയ്യുന്നുവോ അവർക്കെല്ലാം ഈ മഹാഭാഗ്യം എന്നും അനുഭവിക്കുവാനിടയാകും. അങ്ങനെ ആനന്ദം അനുഭവിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കർമ്മത്തിൽ ഇടപെടേണ്ടത്. അല്ലാതെ വ്യക്തിപരമായ എന്തെങ്കിലും മേൽക്കോയ്മയ്ക്ക് വേണ്ടി ആകരുത്. ഒരു നേർച്ച അർപ്പിച്ചാൽ 4 പേര് കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അർപ്പിക്കേണ്ടത്. അത് ഗുരു അത് എല്ലാ വിധത്തിലും കാണുന്നുണ്ട്. ഞാനിതിന് ആഗ്രഹിച്ച നിമിഷം മുതൽ എന്റെ ഗുരു ഇത് അറിയുന്നുണ്ട്. അതിന് വേണ്ടതെല്ലാം ഒരുക്കി എന്റെ കയ്യിൽ എത്തിച്ചത് എന്റെ ഗുരുവാണ്. ഇവിടെ സമർപ്പിക്കുവാനുള്ള സന്ദർഭം ഒരുക്കി തന്നതും ആ കൈ നീട്ടിത്തന്നത് പോലും ആ കാരുണ്യമാണ്. അങ്ങനെ കാരുണ്യത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ കരുണാനിധേ എൻ്റെ കരുണാനിധേ അങ്ങേ Oh
കുറിച്ചാണ് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ മഹാകാരുണ്യത്തെക്കുറിച്ചാണ് എപ്പോഴും നമ്മൾ അത് ചിന്തിക്കേണ്ടത്. നിലനിർത്തുവാനാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് നിലനിർത്തുവാനാണ് നമ്മൾ ഇത് ജീവിക്കേണ്ടത്. സ്വാഭാവികമായും നിങ്ങൾക്ക് ഈ കാരുണ്യം നിലനിർത്തുവാനുള്ള ജീവിത വഴി അറിയില്ല. സ്വാഭാവികമായി മനുഷ്യൻ നമുക്ക് കാരുണ്യം നിലനിർത്തുവാനുള്ള ജീവിത വഴി അറിയില്ല. ആ വഴിയാണ് ഈശ്വരൻ തന്നെ അവതാരമായി വന്നിരുന്നുകൊണ്ട് ഉപദേശിക്കുന്നത്. ആ വഴിയാണ് ഈശ്വരൻ തന്നെ തിരോധാനമായി വന്നിരുന്നുകൊണ്ട് അപ്പൊ ആ ഉപദേശിക്കുന്നത്. വഴി അങ്ങ് നടക്കാൻ തീരുമാനിക്കണം. ആ വഴി ഒന്ന് നടക്കുവാൻ തീരുമാനിക്കണം. അത് ഇച്ചിരി ഇങ്ങോട്ടൊന്ന് മാറി ഞാൻ പൊക്കോളാം, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നിക്കും. അങ്ങനെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ പലവിധ അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ഉണ്ടാവും. മുമ്പോട്ട് പോകുമ്പോൾ പലവിധ അപകടങ്ങളും അയ്യോ, അനർത്ഥങ്ങളും ഞാനത് അവിടെ പറയുന്ന പോലെ ആണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, എന്നിട്ട് എന്താ ഇങ്ങനെ വന്നതെന്ന് പിന്നെ ചിന്തിക്കരുത്, അങ്ങനെ പിന്നെ ചിന്തിക്കരുത്. ചോദിക്കുകയും ചെയ്യരുത്. ചോദിക്കുകയും ചെയ്യരുത്. കാരണം അറിവാകുന്ന വഴിയിൽ നിന്നെ തിരിച്ചു വിട്ടപ്പോൾ അറിവാകുന്ന വഴിയിൽ നമ്മെ തിരിച്ചു നിന്റെ വിട്ടപ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നീ വക്ക് പിടിച്ചും വശം പിടിച്ചും പോയത് ഗുരുവിന്റെ കുറ്റമല്ലല്ലോ. നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വക്ക് പിടിച്ച് വശം പിടിച്ച് പോയത് ഗുരുവിന്റെ കുറ്റമല്ല. അതുകൊണ്ട് ഒരു വശത്തേക്കും ചായാതെ ഒരു വശത്തേക്കും ആ നേർരേഖയിൽ കൂടി അങ്ങ് സഞ്ചാരം ചെയ്യാൻ തീരുമാനമെടുക്കണം. രേഖയിൽ കൂടി സഞ്ചാരം ചെയ്യുവാൻ തീരുമാനം. സത്യത്തിന്റെ വഴി വളരെ നേരെയുള്ള വഴിയാണ്. സത്യത്തിന്റെ വഴി വളരെ നേരെയുള്ള വഴിയാണ്. അതിനകത്ത് ഇടുക്കവും ഞെരുക്കവും ഒന്നുമില്ല, അതിനകത്ത് ഇടുക്കവും ഞെരുക്കവും വളവും തിരിവും ഒന്നുമില്ല. വളവും തിരിവും ഒന്നുമില്ല. അതൊക്കെ മനസ്സിന്റെ തോന്നലുകൾ മാത്രമാണ്. അതെല്ലാം മനസ്സിന്റെ തോന്നലുകൾ ആ മാത്രമാണ്. സത്യമാകുന്ന ആ ജീവിത വഴിയിലൂടെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നവരൊന്ന് കൈയടിച്ചു കേട്ടോ. സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യം പാലിച്ചങ്ങു ജീവിക്കുന്ന ആത്മാവിൽ ഈശ്വരൻ വാസമുണ്ട്. അപ്പൊ ഈശ്വരാധിവാസം അനുഭവമാകാൻ ഏക വഴി സത്യം മാത്രമാണ്. ഈശ്വരാധിവാസം അനുഭവമാകുവാൻ ഏക വഴി സത്യം അപ്പൊ മാത്രമാണ്. ഇത് അറിയില്ലാത്തത് കൊണ്ടാണ് അറിവാകുന്ന ജഗദീശ്വരൻ വന്ന് ഈ നിയമങ്ങളൊക്കെ കുറേശ്ശെയായി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് അറിയില്ലാത്തതുകൊണ്ടാണ് അറിവാകുന്ന ജഗദീശ്വരൻ വന്ന് ഈ നിയമങ്ങളെല്ലാം കുറേശ്ശെയായി നമുക്ക് നൽകി. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അടുത്ത് വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അടുത്ത് ഈ വരുന്നത്. സത്യം അറിഞ്ഞ ഒരാൾ പോലും മാറി നിൽക്കാൻ പാടില്ലാത്ത ഒരു നിയമം. ഈ സത്യം അറിഞ്ഞ ഒരാൾ പോലും മാറി നിൽക്കുവാൻ പാടില്ലാത്ത എന്താണ് ആ നിയമം? കറുത്ത വാവ് വ്രതാചരണം. കർത്തവാവ് വ്രതാചരണം. ആ ലോകത്തിൽ കർക്കിടകത്തിലെ കറുത്തവാവാണ് പലരും ആചരിക്കുന്നത്. ലോകത്തിൽ കർക്കിടകത്തിലെ കർത്തവാവാണ് പലരും അന്നാണ് സ്വർഗവാതിൽ തുറക്കുന്നത്, ഈ പിതൃക്കളെ എല്ലാം സ്വീകരിക്കുന്നതെന്നാണ് സങ്കല്പം. സ്വർഗവാതിൽ തുറന്ന് പിതൃക്കളെല്ലാം സ്വീകരിക്കുന്നതെന്നാണ് സങ്കല്പം. ആ ഇരുട്ട് വാക്കിനായിരിക്കും അത് തുറക്കുന്നത്, നമുക്ക് അറിയത്തില്ലല്ലോ. ഏതായാലും നമുക്കതല്ല പ്രധാനം. നമുക്കതല്ല പ്രധാനം. നമുക്ക് വൃശ്ചികത്തിലെ കർത്തവാവാണ് പ്രധാനം. വൃശ്ചികത്തിലെ കർത്തവാവാണ്. എന്താണ് ആ പ്രാധാന്യം വരാൻ കാരണം? എന്താണ് ആ പ്രാധാന്യം വരുവാൻ കാരണം? ഈ ജഗദീശ്വരനാകുന്ന ഉടമസ്ഥൻ ലോകത്തിൽ വന്ന് വാഴ്ച ചെയ്യുമ്പോൾ, ജഗദീശ്വരനാകുന്ന ഉടമസ്ഥൻ ലോകത്തിൽ വന്ന് തിരുവാഴ്ച ചെയ്യുമ്പോൾ, തന്നെ അറിയാതെ തന്റെ ആത്മലോകം എതിർക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ, ഭഗവാനെ അറിയാതെ ഭഗവാന്റെ ആത്മലോകം എതിർക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വളരെയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടതായി വന്നു. വളരെയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടതായി ഈ സ്ഥാപനം ഇവിടെ നിർമ്മിച്ച് ഈ സ്ഥാപനം ഇവിടെ നിർമ്മിച്ച് അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ ഇവിടെ നിന്നും മാറി നിൽക്കേണ്ടതായ സന്ദർഭം പോലും ഉണ്ടായി. ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട സന്ദർഭം പോലും ഉണ്ടായി. ആ സന്ദർഭത്തിൽ മറ്റൊരു സ്ഥലത്ത്, കുറത്തിയാടെന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇരുന്നു കൊണ്ട്, വൃത്തിയാടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ഇരുന്നുകൊണ്ട് ഈ ആശ്രമം പുതുക്കി പണിത് ആശ്രമം ഒതുക്കി പണിത് ആ കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം മാറ്റി, കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം മാറ്റി, ആ ശാന്തി ആ ചന്ദ്രൻ ഉദയമായി വന്ന ഒരു ദിനത്തിൽ, ശാന്തിചന്ദ്രൻ ഉദയമായി വന്ന ഒരു ദിനത്തിൽ ഈ ആശ്രമം ഉദ്ഘാടനം ചെയ്ത് ആശ്രമം ഉദ്ഘാടനം വീണ്ടും ചെയ്ത് ആത്മബോധോദയ സംഘത്തിന്റെ പ്രവർത്തനം ശക്തിമത്തായി തുടക്കം കുറിച്ച ദിവസമാണ് വൃശ്ചികത്തിലെ കർത്തവാവ് ദിനം. വീണ്ടും ആത്മബോധോദയ സംഘത്തിന്റെ പ്രവർത്തനം ശക്തിമത്തായി തുടക്കം കുറിച്ച ദിവസമാണ് കർത്തവാവ്. അപ്പോൾ ഗുരുനാഥൻ ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം നിർവഹിച്ചത്. ഗുരുനാഥൻ ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം ആ നിർവഹിച്ചത്. സമയത്ത് തന്നെ അന്വേഷിക്കാതെയും അറിയാതെയും ആ സമയത്ത് ഭഗവാനെ അന്വേഷിക്കാതെയും അറിയാതെയും ഉണ്ടും ഉറങ്ങിയും ഭക്തലോകം സന്തോഷമായി കഴിഞ്ഞുകൂടി. ഉറങ്ങിയും ഭക്തലോകം സന്തോഷമായി അത് കഴിഞ്ഞു. മാനവലോകത്തിന് അത് ശാപമായി വരുമെന്ന് തിരിച്ചറിവുള്ള ജഗദീശ്വരൻ, മാനവലോകത്തിന് അത് ശാപമായി വരുമെന്ന് തിരിച്ചറിവുള്ള ജഗദീശ്വരൻ, കാരണം തന്നെ വിളിച്ചു വരുത്തിയത് ആരാണ്? ഭഗവാനെ വിളിച്ചു വരുത്തിയത് ആരാണ്? ഈ ഭക്തപരമ്പരകളാണ്. ഭക്തപരമ്പരകളാണ്. ആ പരമ്പരകൾ തന്നെ അറിയാതെ ഈ വിധത്തിൽ പ്രവർത്തിച്ചപ്പോൾ ആ പരമ്പരകൾ ഭഗവാനെ
ഭഗവാനെ അറിയാതെ ഈ വിധത്തിൽ പ്രവർത്തിച്ചപ്പോൾ അത് അവർക്ക് തന്നെ ശാപമായി വരുമെന്ന് ഗുരുവിനറിയാം. അത് അവർക്ക് തന്നെ ശാപമായി വരുമെന്ന് ആ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആ ശാപത്തിൽ നിന്ന് വിടുതൽ ആ പ്രാപിക്കുവാൻ കാരുണ്യവാനാകുന്ന ഹൃദയം കനിഞ്ഞ് ദാനം ചെയ്തതാണ് ഈ വ്രതാനുഷ്ഠാനം. കാരുണ്യവാനായ തിരുഹൃദയം കരുതി ദാനം ചെയ്താണ് ആ പ്രധാന. ഒരു ദിവസം ആ ഓർമ്മയോടുകൂടി ഓരോരുത്തരും ഭക്ഷണം കഴിക്കാതെ ജീവിക്കുക, ഒരു ദിവസം ഓർമ്മയോടുകൂടി ഓരോരുത്തരും ഭക്ഷണം കഴിക്കാതെ ജീവിക്കുക, ഉറക്കമൊഴിഞ്ഞിരുന്ന് തിരുനാമം സ്തുതിക്കുക. ഉറക്കമൊഴിഞ്ഞിരുന്ന് തിരുനാമം ഇതാണ് ആ നിയമം. ഇതാണ് ആ നിയമം. പിന്നീട് മുന്നോട്ട് വന്നപ്പോൾ പിന്നീട് മുൻപോട്ട് ഈ വന്ന ആഹാരം കഴിക്കാതെ പലർക്കും പല വിധത്തിലുള്ള രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത് കണ്ട് ആഹാരം കഴിക്കാതെ പലർക്കും രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത് കണ്ട് ഒരു നേരം ആഹാരം കഴിച്ചുകൊള്ളാൻ അനുവദിച്ചു. ഒരു നേരം ആഹാരം കഴിച്ചുകൊള്ളാൻ അനുവദിച്ചു. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് വന്നു. മനുഷ്യന്റെ ശക്തിയും ആരോഗ്യവും ഒക്കെ കുറഞ്ഞു കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ശക്തിയും ആരോഗ്യവും ഒക്കെ കുറഞ്ഞു ഇപ്പൊ തന്നെ ഏതാണ്ട് 35 വയസ്സാകുമ്പോൾ മുതലേ ഡയബറ്റിക് ആയി തുടങ്ങി. 35 വയസ്സാകുമ്പോൾ തന്നെ ഡയബറ്റിക് ആയി തുടങ്ങി. അപ്പൊ പിന്നെ ആഹാരം കഴിക്കാതിരിക്കാൻ കഴിയില്ല. ഇനി ആഹാരം കഴിക്കാതിരിക്കുവാൻ കഴിയില്ല. അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ രോഗികൾക്കും വൃദ്ധന്മാർക്കും ചെറിയ ഇളവുകൾ കൊടുത്തു. രോഗികൾക്കും വൃദ്ധന്മാർക്കും ചില ഇളവുകൾ കുഞ്ഞുങ്ങൾക്കും വെറും കുഞ്ഞുങ്ങളായിട്ടുള്ളവർക്കും ആഹാരം സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവും. കുഞ്ഞുങ്ങളായിട്ടുള്ളവർക്കും ആഹാരം സമയത്ത് കൊടുത്തില്ലെങ്കിൽ അവർക്കും അസുഖങ്ങൾ അപ്പൊ ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വൃദ്ധർക്കും രോഗികൾക്കും രോഗികൾക്കും ഇതിനകത്ത് അല്പം ഇളവ് കൊടുത്തിട്ടുണ്ട്, ആഹാര കാര്യത്തിൽ മാത്രം ആഹാര കാര്യത്തിൽ അല്പം ഇളവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ നിയമത്തിന് മറ്റ് അഴിവുകളൊന്നുമില്ല. ആ നിയമത്തിന് മറ്റ് അഴിവുകളൊന്നുമില്ല. അപ്പൊ ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കണം. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ വ്രതം അനുഷ്ഠിക്കാം എന്ന് തീരുമാനിക്കുന്നവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ഇത് ആത്മബോധോദയ സംഘത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല, ആത്മബോധോദയ സംഘത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആത്മലോകത്തിന്റെ രക്ഷയ്ക്ക് അത് വേണ്ടി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ വ്രതം അതുപോലെ അതുപോലെ നമ്മുടെ വിവിധ ശാഖകളിൽ വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. വിവിധ ശാഖകളിൽ വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ തേക്കുതോടാശ്രമത്തിന്റെ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. തേക്കുതോട് ആശ്രമത്തിന്റെ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് പ്രധാനപ്പെട്ട ദിനം. നാളെയാണ് പ്രധാനപ്പെട്ട ദിനം. അവിടെ ഇപ്രാവശ്യം ഒരു പുതിയ ജീവിതയൊക്കെ ഒരുക്കി ഇവിടെ നിന്ന് അലങ്കരിച്ച് എഴുന്നള്ളിച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്രാവശ്യം പുതിയൊരു ജീവിതത്തിലേക്ക് ഒരുക്കി ഇവിടെ നിന്ന് അലങ്കരിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഇന്ന് വള്ളിക്കാവ് ശാഖാശ്രമത്തിൽ പുനഃപ്രതിഷ്ഠാകർമ്മം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വള്ളിക്കാവ് ശാഖാശ്രമത്തിൽ പുനഃപ്രതിഷ്ഠാകർമ്മം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കനകാഭരണങ്ങളും കനകകിരീടവും ഒക്കെ ചാർത്തി കനകാഭരണങ്ങളും കനകകിരീടവും ചാർത്തി ഒളിച്ചും പാത്തും ഒക്കെ നടന്നിരുന്ന സർവശക്തന്റെ തിരുരൂപത്തെ അവിടെ പ്രതിഷ്ഠിച്ച് ഇന്ന് മുതൽ ആ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആ തിരുരൂപത്തെ അവിടെ പ്രതിഷ്ഠിച്ച് ഇന്ന് മുതൽ അവിടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് അവിടെ ഈ വാർഷികം. അടുത്ത ആഴ്ചയാണ് അവിടെ ഈ വാർഷികം. അതുമെല്ലാം ഉന്നതമായി നടക്കട്ടെ. അതുമെല്ലാം ഉന്നതമായി നടക്കട്ടെ. അത് കഴിഞ്ഞ് ശൂരവക്കാണി, സൂര്യവക്കാണി, വെള്ളാങ്കോട്, വെള്ളാങ്കോട്, കടമ്പനാട്, കടമ്പനാട്, കൊല്ലം കൊല്ലം തുടങ്ങിയ ഒരുപാട് ശാഖാശ്രമങ്ങളിൽ, കൊണ്ടോട്ടി തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം വാർഷികങ്ങൾ. ഞാൻ അടുത്തടുത്തടുത്ത് വാർഷികങ്ങളാണ്. അടുത്തടുത്ത് ഇങ്ങനെ വാർഷികങ്ങൾ. ഇപ്പൊ ഡിസംബർ നമ്മുടെ തീർത്ഥാടനത്തിന് മുമ്പ് തന്നെ 6 or 7 വാർഷികമുണ്ട്. തീർത്ഥാടനത്തിന് മുമ്പ് തന്നെ 6 or 7 വാർഷികം. അത് കഴിഞ്ഞാൽ ജനുവരി ആകുമ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് ജനുവരി ആകുമ്പോൾ വീണ്ടും തുടങ്ങും. ഇതെല്ലാം നിങ്ങളെ ഇങ്ങനെ അറിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇങ്ങനെ അറിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശാഖാശ്രമങ്ങളിലൊക്കെ ഒത്തുനിന്ന് പ്രവർത്തിക്കുന്നവർ ശാഖാശ്രമങ്ങളിലൊക്കെ ഒത്തുനിന്ന് ഇന്ന് അനേകം സ്ഥലങ്ങളിൽ പോയി ആ വാർഷികങ്ങളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അനേക സ്ഥലങ്ങളിൽ പോയി വാർഷികങ്ങളെല്ലാം അത് പങ്കെടുക്കുന്നു. വൻപിച്ച വിജയമായി തീരുകയും അനേകങ്ങൾക്ക് അത് ആകർഷണമായി ഭവിക്കുകയും ചെയ്യുന്നുണ്ട്. വമ്പിച്ച വിജയമായി തീരുകയും അനേകങ്ങൾക്ക് ആകർഷണമായി ഭവിക്കുകയും അത് ചെയ്യും. ഗുരുവിന്റെ നാമത്തിന്റെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഗുരുവിന്റെ തിരുനാമത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് നിങ്ങളെ ഇത് വീണ്ടും വീണ്ടും അറിയിക്കുന്നത്. നമ്മളെ ഇത് വീണ്ടും വീണ്ടും ആ വിധത്തിൽ എല്ലാവരും കഴിയുന്നിടത്തോളം സ്ഥലങ്ങളിൽ പോയി പങ്കെടുത്ത് അതെല്ലാം വിജയിപ്പിക്കുക. എല്ലാവരും കഴിയുന്നിടത്തോളം സ്ഥലങ്ങളിൽ പോയി പങ്കെടുത്ത് എല്ലാം വിജയിപ്പിക്കുക. എല്ലാം ഉന്നതമായി ഭവിക്കട്ടെ. എല്ലാം ഉന്നതമായി ഉന്നതമാകുന്ന ഈ ആരാധനയിൽ വന്ന് പങ്കെടുക്കുവാൻ ജഗദീശ്വരൻ അനുവദിച്ചതാണ് നിങ്ങളെല്ലാം. ഈ ആനന്ദം നഷ്ടമാക്കാതെ നിങ്ങൾ ജീവിതം ചെയ്യുക. നിങ്ങൾ അർപ്പിച്ച എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുകയാണ്. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തെ സ്വീകരിച്ച എന്റെ മനോമന സന്താനങ്ങൾക്ക് സത്യത്തിൽ കൂടി ജീവിതം ചെയ്ത് ഉന്നതമായ ആനന്ദത്തിൽ എത്തുവാൻ മഹാശക്തി അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹാഗോപുരം ഏറ്റവും ശോഭനമായ നിലയിൽ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് കാണുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. അതിനായി ആത്മദീപത്തെ ആയിരാരോഗ്യത്തോടെ കരുതി രക്ഷിക്കട്ടെ.
ആരോഗ്യത്തോടെ കരുതി രക്ഷിക്കട്ടെ. രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന കുഞ്ഞുങ്ങളെയും എല്ലാം ആ പൊന്നുതൃക്കരങ്ങളിൽ എപ്പോഴും കരുതി രക്ഷിക്കട്ടെ. സർവശക്തനാകുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യത്താൽ നടത്തപ്പെട്ട മഹായുവജന സ്തുതി ഇത്രയും ഗംഭീരമായി നടത്തി തന്ന മഹാശക്തിയോട് നമുക്ക് വീണ്ടും വീണ്ടും നന്ദിയോടെ പ്രാർത്ഥിക്കാം. സർവശക്തിയുടെ പ്രത്യക്ഷമായ വാഴ്ച എന്നും കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും ഹൃദയം ഒരുക്കിക്കൊണ്ട് ജീവിതം ചെയ്യുക. ഇന്ന് വളരെ വിദൂരതയിലുള്ളവർക്ക് വളരെ വേഗം പോകേണ്ടതുള്ളത് കൊണ്ടും നേരത്തെ പലരും യാത്ര ചോദിച്ചിട്ടുള്ളത് കൊണ്ടും ഞാൻ അല്പം നേരത്തെ ആരാധന നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ആദ്യമേ അറിയിച്ചതാണ്. അതുകൊണ്ട് അല്പം നേരത്തെ നിർത്തുന്നു. പക്ഷേ നിങ്ങൾക്ക് ആനന്ദത്തിനൊന്നും ഒരു കുറവുമില്ല. എല്ലാവരിലും ആ ഇന്നലെ മുതലുള്ള ആനന്ദം ഓരോരുത്തരിലും നിലനിൽക്കുകയാണ്. ഇനിയും വന്ന് കാണുന്നവരെയും ഈ ആനന്ദം നിലനിൽക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ പ്രത്യക്ഷ വാഴ്ച എന്നും കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആദിനാഥനായ സർവലോകനാഥൻ ആദിനാഥനായ സർവലോകനാഥൻ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഉദയമായി വന്നു. വാഴണമേ നാഥ, 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 മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ.